വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറെ കടുപ്പമേറിയതാണ്. 14 വാർഡുകൾ ഉള്ള പഞ്ചായത്തിൽ NDA, LDF, UDF മുന്നണികളെ കൂടാതെ സ്വതന്ത്രരും മത്സരരംഗത്തുണ്ട്. 45 സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടുന്നത്. ഇതിൽ 25 പേരും വനിതകളാണ്. പഞ്ചായത്തിലെ 10ാം വാർഡിൽ ജനവിധി തേടാൻ ഇറങ്ങിയിരിക്കുന്നത് 2 സ്വതന്ത്രർ ഉൾപ്പെടെ 5 വനിതകളാണ്. വെള്ളാവൂർ പഞ്ചായത്തിൽ 2020 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഭരണം ലഭിച്ച LDFന് ഭരണ തുടർച്ച എന്ന സ്വപ്നവുമായാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇനിയും അധികാരത്തിലേറിയാൽ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ച് പ്രകടന പത്രിക ജനങ്ങളിലെത്തിച്ചാണ് വോട്ട് തേടൽ. ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2020 തെരഞ്ഞെടുപ്പിൽ ഒരു ഭൂരിപക്ഷം ലഭിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളാവൂരിൽ അധികാരത്തിലെത്തുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കി അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അധികാരത്തിലെത്തിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രിക അടിസ്ഥാനമാക്കി പദ്ധതികൾ നടപ്പിലാക്കിയ പദ്ധതികളെ സംബന്ധിച്ച് ആദ്യത്തെ 3 വർഷത്തിന് ശേഷവും പിന്നീട് 5 വർഷത്തിന് ശേഷവും 2 ഘട്ടങ്ങളിലായി ചെയ്ത കാര്യങ്ങൾ മുഴുവൻ പുസ്തക രൂപേണ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ അച്ചടിച്ച് ജനങ്ങളിലെത്തിച്ചു. അങ്ങനെ വെള്ളാവൂരിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകടന പത്രികയും പ്രോഗ്രസ് റിപ്പോർട്ടും അടക്കം വായിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങളാണ് 2025 തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ 2025 ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഇടതുപക്ഷത്തിന് നാട് സമ്മാനിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. എന്നാൽ 2020 ഒഴികെ മറ്റെല്ലാ കാലത്തും UDFന് ഒപ്പം നിന്ന ജനങ്ങൾ തങ്ങളെ കൈവിടില്ലെന്ന പ്രതീക്ഷയിൽ UDFും കഴിഞ്ഞ തവണ ലഭിച്ച 3 വാർഡുകളിലെ വിജയം ഇക്കുറി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ NDAയും വോട്ട് തേടുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ 4 CPM, 2 CPI, 1 കേരള കോൺഗ്രസ്, 3 NDA, 2 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.